യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം തിരുവചനം. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും തന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏകദേശം 1.5 മാസം മുമ്പാണ് ഒരു ചേച്ചി വിളിച്ചിട്ട് വലിയ സങ്കടത്തിൽ അവർ കുറേ നേരം കരഞ്ഞിട്ടാണ് പറയുന്നത്, ബ്രദറെ എൻ്റെ ഒരു മോനുണ്ട്, അവൻ കഴിഞ്ഞ 8 വർഷമായിട്ട് മുറിക്കകത്താണ്. വെളിയിലിറങ്ങുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും, അധികാരോടും സംസാരിക്കത്തില്ല. വീട്ടിൽ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്താൽ അവനെല്ലാം തല്ലിപ്പൊട്ടിക്കും, ഭയങ്കര പ്രശ്നം. അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവൻ്റെ നമ്പർ ചോദിച്ചിട്ട് അതൊന്ന് ചേച്ചി തരാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് ഫോൺ നമ്പർ വാങ്ങി ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ആ മോനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവനെ വിളിക്കുന്നത്. അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്ന ഇതാണ്, ഞങ്ങൾ ഫാമിലിയായിട്ട് ഡൽഹിയിലായിരുന്നു, അവിടെ അവന് MBA ചെയ്യണം, ഹയർ സ്റ്റഡി എല്ലാം സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അവൻ പറഞ്ഞ ഇതാണ്, എൻ്റെ കൂട്ടുകാരും എൻ്റെ സൗഹൃദങ്ങളും എല്ലാം അവിടെയായിരുന്നു, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ ഏകനായിട്ട് എൻ്റെ മാതാപിതാക്കൾ വിട്ടു, എൻ്റെ ഭാവി എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞു. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തി എൻ്റെ ഭാവി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പലരുടെയും ജീവിതത്തിലെ വലിയ സങ്കടമെന്ന് പറയുന്ന ഇതാണ്, ഒറ്റപ്പെടലിൻ്റെ വേദന, ഒറ്റപ്പെടലിൻ്റെ വലിയ സങ്കടം. ആരുമില്ല എനിക്ക് കൂടെ, എല്ലാവരും എന്നെ കൈവിഴിഞ്ഞു എന്നുള്ളത്. ഇനി ചിലരുടെ കൂടെ ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞവരാണ്, ജീവിത പങ്കാളി കാണും, ഇല്ലെങ്കിൽ തന്നെ സഹോദരങ്ങൾ കാണും, മാതാപിതാക്കൾ കാണും, മക്കളുണ്ടാവും, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആശയങ്ങളോട് അവർക്ക് ഒരിക്കലും ഒത്തുപോകാൻ പറ്റുന്നില്ല. അവർ നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുക. നമ്മുടെ ആശയങ്ങൾ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അവരുടെ ആശയങ്ങളോട് നമുക്കും ചേർന്ന് പോകാൻ പറ്റത്തില്ലാതെ എല്ലാവരുടെയും നടുവിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചിലർ. ഇനി ചില ആളുകളുണ്ട്, ഭയങ്കര സൗഹൃദമൊക്കെ കാണിക്കും, വലിയ വാഗ്ദാനങ്ങളൊക്കെ കൂടെ നിർത്തും. പക്ഷേ ഇങ്ങനെ പറയാറുള്ള ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന പോലെ കൂടെ നിർത്തി കാര്യം സാധിക്കും. നമ്മളെ ഇങ്ങനെ പൊട്ടനാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഡ്ഢികളാക്കുന്ന ചില ആളുകളുണ്ട്, ചിലരുണ്ട് കേട്ടോ, എനിക്കറിയാം. വിഡ്ഢിയായി മാറിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു രസമായിട്ട് എടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ ആരുമില്ല, ഏകാന്തതയുടെ നടുവിലും ഒത്തിരി സന്തോഷിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഏകാന്തത ഒരു സ്വർഗീയ അനുഭൂതിയായിട്ട് കാണുന്നവരുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വചനം പറയുന്ന പോലെയാണ്. കാരണം ഈ ഏകാന്തതയിലും ഒറ്റപ്പെടലിൻ്റെ നടുവിലും പിതാവ്, ദൈവം കൂടെയുള്ളവരാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ ഒറ്റപ്പെടലിൽ, നമ്മളെ തനിച്ചായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈശോയുണ്ടോ? നമ്മുടെ കൂടെ ദൈവമുണ്ടോ? പ്രിയമുള്ളവരെ, ഈശോ കൂടെ ഇല്ലാതെയാണ് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചറിയാം, പിശാച് നമ്മളെ പറ്റും, പിശാച് നമ്മളെ കൊണ്ടുപോകും, പിശാച് നമ്മളെ നശിപ്പിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്, ബ്രദറെ എനിക്ക് ആരുമില്ല, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്താലോ, എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ സംസാരിച്ച ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഈ ഏകാന്തതയിൽ, ഒറ്റപ്പെടലിൽ പലപ്പോഴും ദൈവം കൂടെയുള്ളെങ്കിൽ പലരും ചിന്തിക്കുന്ന അങ്ങനെയാണ്, ഇനി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമില്ല, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ഈ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും എല്ലാവരാലും തിരസ്കരിക്കപ്പെടും പോലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമുള്ള, ബോധ്യമുള്ള വ്യക്തികളാണോ പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ അക്കരയ്ക്കെത്തിക്കും. ഏറ്റവും നല്ലൊരു ഭാവി, ഏറ്റവും നല്ലൊരു ദിനങ്ങൾ തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിലാണോ? നമ്മളെ തകരത്തില്ല, നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നമ്മളെ ഒറ്റപ്പെടുത്തിയവർ നമ്മുടെ മുമ്പിലേക്ക് വരും, നമ്മളെ തള്ളിക്കളഞ്ഞവർ നമ്മളെ അംഗീകരിക്കുന്ന ദിവസങ്ങൾ. അതാണ് നമ്മൾ സ്വപ്നം കണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി, ഈശോയെ എൻ്റെ ഈ ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ നടുവിലും ഞാൻ നിന്നിലായിരിക്കാൻ, ദൈവം എൻ്റെ കൃപ കൊണ്ട് നിറയാൻ, എൻ്റെ വലിയ സ്നേഹം കൊണ്ട് നിറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ ശക്തിപ്പെടുത്തണമേ, നീ എന്നെ സഹായിക്കണമേ, നിൻ്റെ വലിയ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവെ, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തയുടെ നടുവിലും നിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച്, കർത്താവെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.